നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരാളുടെ ഹൈറ്റ് എങ്ങനെ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ നോക്കിയാലോ. ഹലോ ഡിസൈനേഴ്സ്, ദിസ് ഈസ് ദ ഡേ 10 ഓഫ് 100 Day 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളിലേക്ക് പോവുക. ആളെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ആളെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കട്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഞാൻ അതിന് കൺട്രോൾ ജെ അല്ലെങ്കിൽ കമാൻഡ് ജെ ആണ് പ്രസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ആളുടെ സെലക്ഷൻ ഒന്നുകൂടെ കൊടുത്തു. തിരിച്ച് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം ഞാൻ അവിടെ സെലക്ട് മോഡിഫൈ എക്സ്പാൻഡിന്റെ വാല്യൂ ഞാൻ 4 കൊടുത്തേക്കുന്നത്. 4 കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ഫില്ല് കൊടുക്കുക എന്നുള്ള ജസ്റ്റ് ജനറേറ്റ് കൊടുത്തു. ഇത് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് താഴത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആളുടെ ചുറ്റും മോഡിഫൈ എക്സ്പാൻഡ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഒരു ജനറേറ്റീവ് ഫില്ല് കൊടുക്കും. അതായത് ചുരുക്കം പറഞ്ഞ ആളെ മായിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ജനറേറ്റീവ് ഫില്ല് കൊടുക്കും. 3 ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 വേരിയേഷൻസ് ആണ് നമുക്ക് കിട്ടുക. നമുക്ക് നോക്കാം. യെസ്, നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ വേരിയേഷൻ ഇതാണ്, രണ്ടാമത്തെ ഇതാണ്, മൂന്നാമത്തെ ഇതാണ്. എനിക്കൊന്ന് മൂന്നാമത്തെ കൊള്ളാം. മൂന്നാമത്തെ കൊടുത്തു. ഈ മെയിൻ ലെയറിനെ നമുക്ക് കൺട്രോൾ ടി അല്ലെങ്കിൽ കമാൻഡ് ടി അടിക്കുക, ട്രാൻസ്ഫോം ചെയ്യുക, ഒന്ന് എന്ത് ചെയ്യുക, ഹൈറ്റ് കൂട്ടുക, എൻ്റർ കൊടുക്കുക. ഇതായിരുന്നു നേരത്തെ ഇമേജ്. ഇതാണ് നമ്മൾ ഹൈറ്റ് കൂട്ടിയ ഇമേജ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഡിസൈൻ ചെയ്യുന്ന ഫ്രണ്ട്സിന് മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക.